ഇന്ന് നമ്മള് 4ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ ഫസ്റ്റ് ടൈം എക്സാമിന്റെ ഓണം എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇംഗ്ലീഷിലെ ടേം 1ന്റെ പാഠഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോസ് ഉണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ, ഇൻസ്ട്രക്ഷൻസ് അല്ല, ഇൻട്രൊഡക്ഷൻ അല്ല, ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ, നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിക്കുക കേട്ടോ. ദെൻ ഇവിടെ ആക്ടിവിറ്റി 1 കൊടുത്തിട്ടുള്ളത് ലിസൺ ആൻഡ് ആൻസേഴ്സ് ആണ്. ഇതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് നിങ്ങളെ ക്ലാസ് ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തരും. എനി സ്റ്റോറി ആവും അത്, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരിക. ഇവിടെ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതുപോലുള്ള വേറെ സ്റ്റോറീസ് നിങ്ങളെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരും, അതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് നിങ്ങൾക്ക് തരും. ഇനി ആക്ടിവിറ്റി സെക്കൻഡ് ആയിട്ട് വരുന്നത് റീഡ് ആൻഡ് റൈറ്റ് ആണ്. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള സ്റ്റോറി വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദിൽന ആൻഡ് ഇസാക്ക് were playing outside happily. Suddenly Dilna stopped. Oh, I lost one of my slippers, Dilna shouted. They looked under the bench, near the swing and everywhere. No slipper. Suddenly they heard, "Oof." It was neighbor's puppy. It had the slipper in its mouth. Come here, puppy, said Isaac. The puppy ran to them. It dropped the slipper down. Then what happened next? Silly puppy, said Dilna. They gave it a biscuit. The puppy wagged its tail. Just then it ran off again. Where is it going now? asked Isaac. They followed the puppy, stopped near a bush. അല്ലെ, ഇസാക്കും ദിൽനയും കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ദിൽനയുടെ ചപ്പൽ നഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് നൈബറിലെ പപ്പി അത് കടിച്ച് കൊണ്ടുപോയത് കണ്ടത്. തുടങ്ങുന്ന ഒരു സ്റ്റോറിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ തരും. അപ്പോൾ ഇത് തന്നെ ആവണമെന്നില്ല, ഇങ്ങനെയുള്ള പാരഗ്രാഫ് സ്റ്റോറീസ് നിങ്ങൾക്ക് തന്നിട്ട് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടെത്തി എഴുതാനാണ്, ആൻസേഴ്സ് കണ്ടെത്തി എഴുതാനാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള സ്റ്റോറി എന്താണോ, ആ പാരഗ്രാഫ് എന്താണോ, അത് നന്നായിട്ട് വായിച്ച് അതിന്റെ മീനിങ് ആദ്യം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് നിങ്ങൾ ക്ലാസ് ടീച്ചേഴ്സിന്റെ സഹായത്തോടു കൂടി അതിന്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ആൻസേഴ്സ് കണ്ടെത്തി എഴുതുക കേട്ടോ. ഇങ്ങനെയുള്ള ചോദ്യമാണ് ആക്ടിവിറ്റി ഫസ്റ്റും സെക്കൻഡും വരിക. ദെൻ ആക്ടിവിറ്റി 3 കോൺവെർസേഷൻ ആണ്. ഡ്യൂറിംഗ് സമ്മർ വെക്കേഷൻ ദിൽന വെന്റ് ടു ഹെർ ഗ്രാൻഡ്മാസ് ഹൗസ്. ഗ്രാൻഡ്മ വാംലി വെൽക്കം ഹെർ. ഷീ മെയ്ഡ് പായസം ഫോർ ദിൽന. ഗ്രാൻഡ്മയും ദിൽനയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാൻഡ്മ ചോദിക്കുന്നുണ്ട് അല്ലെ, സമ്മർ വെക്കേഷനിൽ ദിൽന ഗ്രാൻഡ്മയുടെ അടുത്ത് പോവാണ്. ദിൽന, come dear. ദിൽന, is there anything special grandma? അല്ലെ, ഗ്രാൻഡ്മ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രാൻഡ്മ എന്താ പറഞ്ഞു? Yes, I made it പായസം. Then ദിൽന, you know I like പായസം. Grandma, have it my dear and tell me how it tastes. അല്ലെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കോൺവെർസേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതുപോലെയുള്ള കോൺവെർസേഷൻ എഴുതാൻ നിങ്ങൾക്ക് എന്തായാലും വരും. കോൺവെർസേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക. കണ്ടന്റ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ വേർഡ്സ് ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുന്നിടത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, അല്ലെ, ഫുൾ സ്റ്റോപ്പ് ഇടുക. ആശ്ചര്യ ചിഹ്നം വരുമ്പോൾ ആശ്ചര്യ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ആക്ടിവിറ്റി 4 എ ഡയറി എഴുതാനാണ്. ഇവിടെ നിങ്ങൾക്ക് ദിൽന വെന്റ് ടു സീ ദ വില്ലേജ് സൈറ്റ് വിത്ത് ഹെർ ഗ്രാൻഡ്മ. ഗ്രാൻഡ്മ ടുക്ക് ഹെർ ടു നിയർ ബൈ പാഡി ഫീൽഡ്. അല്ലെ, ദിൽന ആ പാഡി ഫീൽഡിൽ കണ്ട കാഴ്ചകളും pond and hills. അല്ലെ, she enjoyed the beauty of the village. In the night, Grandma told her many stories. Dilna reached back home after spending holidays with Grandma. She was very much thrilled. She started writing her experience in her diary. അല്ലെ, ദിൽന ആ വില്ലേജിൽ പോയിട്ട് കണ്ട കാഴ്ചകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ച് പോവാട്ടോ. അതുപോലെ തന്നെ നോട്ടീസ് ഉണ്ടാക്കാനും തന്നിട്ടുണ്ട്. ഇവിടെ the school has decided to conduct book ഫെയറിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രിപ്പയർ നോട്ടീസ് തയ്യാറാക്കാനുള്ള ഹിൻസ് തന്നിട്ടുണ്ട്. അത് വിശദീകരിച്ച് എഴുതിക്കൊണ്ട് നോട്ടീസ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അട്രാക്ഷൻ ആവണം, കണ്ടന്റ് ഉണ്ടായിരിക്കണം, അല്ലെ, അതെല്ലാം നോക്കി വെച്ചിട്ട് പോവാം.
ഇനി നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ദ ഇവന്റ്സ് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ എന്തായാലും വരും കേട്ടോ. പിക്ചേഴ്സ് തരും, ഓരോ പിക്ചേഴ്സും നോക്കി മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചു വെച്ച അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഏത് പിക്ചേഴ്സ് തന്നാലും അത് എന്താണോ അത് എഴുതാൻ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ പഠിച്ചു വെച്ച് പോകണം കേട്ടോ. നമ്മൾ പാഠഭാഗത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ പസിൽസ് തരും, ഒരുപാട് പസിൽസ് ഇതിനകം നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ക്ലൂ തരും, അതിനനുസരിച്ച് ആ ക്ലൂവിന്റെ ആൻസർ ആദ്യം കണ്ടെത്തുക. എന്നിട്ട് ക്രോസ് ആണെങ്കിൽ എക്രോസ് ആണെങ്കിൽ അതിലെഴുതുക, ഡൗൺ ആണെങ്കിൽ അതിലെഴുതുക. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരും എന്ന് ഉറപ്പുള്ള ഭാഗങ്ങളാണ്. അപ്പൊ ഡയറി പഠിക്കുക, നോട്ടീസ് പഠിക്കുക, പസിൽസ് പഠിക്കുക. ഇങ്ങനെ ഒരു സ്റ്റോറി തന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസേഴ്സ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതൊക്കെ പഠിക്കുക. നോട്ടീസ് എഴുതുമ്പോഴും ഡയറി എഴുതുമ്പോഴും കോൺവെർസേഷൻ എഴുതുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് പോവാട്ടോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഓരോ പാഠഭാഗത്തിന്റെയും കണ്ടന്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് പോവുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ, അക്ഷരത്തെറ്റില്ലാതെ എല്ലാവരും എക്സാം എഴുതുക. എല്ലാവർക്കും എല്ലാ മാർക്കും ലഭിക്കട്ടെ. മുഴുവനായിട്ടും എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നല്ല ഹാൻഡ് റൈറ്റിങ്ങോട് കൂടി നിങ്ങൾ എഴുതുക. വീഡിയോ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ.